ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് റെഡിയാക്കി നോക്കണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴം തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊന്ന് മെല്ലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് മെല്ലെ റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ വല്ലാതെ മൊരിയേണ്ട ആവശ്യമില്ല. അതിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ജീരകപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താലും മതി. 1 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 3 അച്ച് ശർക്കരയാണ് അലിയിച്ചെടുത്തിരിക്കുന്നത്. 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അലിയിച്ചെടുത്തിരിക്കുന്നത്. അതിൽ 1 കപ്പ് ശർക്കരപ്പാനി ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം പഴമൊക്കെ ഒന്ന് മെല്ലെ ഉടച്ചു കൊടുക്കാം. എല്ലാതും ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറേശ്ശെ ഉടച്ചു കൊടുക്കാം. ഇതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് മതിയാകും കേട്ടോ ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് റവ ചേർക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ചേർക്കാവുന്നതാണ്. ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കരപ്പാനി എടുത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ശർക്കരപ്പാനി താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. നമുക്ക് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ശർക്കരപ്പാനി ബാക്കി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്ത് ലൂസാക്കാവുന്നതാണ്. ഈ ശർക്കരപ്പാനി ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ലൂസാക്കി എടുത്താൽ മതിയാകും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടുണ്ടാകും. ബാക്കി ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതേമാതിരി ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ശർക്കരപ്പാനി ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേമാതിരി ലൂസാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ചെറിയ പാത്രത്തിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് പാത്രത്തിലൊന്ന് നെയ്യ് തടവിയിട്ടുണ്ട്. ഇതിൻ്റെ 1/4 ഭാഗം കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് നിറയത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കരുത്. ബാറ്റർ 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇങ്ങനത്തെ പാത്രം ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നെയ്യ് തടവിയിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ബാറ്റർ കൊണ്ട് ഇതേമാതിരിയുള്ള 4 പാത്രത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം.
ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് വെന്തോ ഒന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിയെടുത്താൽ മതി. ഇതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ട് വെന്തോ എന്നാണ് അർത്ഥം. ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോക്കിയിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി. നല്ല സോഫ്റ്റാണ്, അതേമാതിരി നല്ല ടേസ്റ്റുമാണ്. കേക്കിൻ്റെ അതേമാതിരി തന്നെയാണ് ഈ ഒരു പലഹാരം നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.